ഗാസയിൽ ആയുധം ഉപേക്ഷിക്കാനുള്ള ട്രംപിന്റെ പദ്ധതി അംഗീകരിച്ചതായി ഹമാസ്. എന്നാൽ ഇത് ഇസ്രയേലിന്റെ നീക്കങ്ങൾക്ക് അനുസരിച്ചായിരിക്കുമെന്ന് ഹമാസ് വ്യക്തമാക്കി. ഇസ്രയേൽ എല്ലാ രൂപത്തിലുള്ള ആക്രമണങ്ങളും അവസാനിപ്പിക്കുകയും ഗാസയിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്യുന്നതിനെ അനുസരിച്ചായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ. ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ പ്രതിബദ്ധതയാകും കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അടിസ്ഥാനമെന്നും ഹമാസ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര സംരക്ഷണ സേനയെ വിന്യസിക്കണമെന്നും സ്വയം നിർണയാവകാശവും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അവകാശവും ഉറപ്പാക്കണമെന്നും കരാറിൽ വ്യവസ്ഥയുണ്ടെന്നും ഹമാസ് അറിയിച്ചു. ഹമാസ് കൈമാറുന്ന ആയുധങ്ങൾ സമാധാന ബോർഡിന്റെ ഗാസ അഡ്മിനിസ്ട്രേഷന്റെ ദേശീയ സമിതിയുടെ ഉത്തരവാദിത്വത്തിൽ സൂക്ഷിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹമാസ് ആയുധം താഴെവെക്കാനും ഗാസയിൽ നിന്ന് ഇസ്രയേൽ സേന ഘട്ടം ഘട്ടമായി പിന്മാറുന്നതിനും ധാരണയായതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഈ കരാറിനെ ചരിത്രപരമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഗാസ സമാധാന ചട്ടക്കൂട് യാഥാർത്ഥ്യമാക്കുന്നതിലെ വലിയൊരു ചുവടുവെപ്പാണിതെന്നും സോഷ്യൽ മീഡിയ കുറിപ്പിൽ വ്യക്തമാക്കി. ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നതോടൊപ്പം ഗാസയിൽ പുതിയ പലസ്തീൻ ഭരണകൂടം രൂപീകരിക്കപ്പെടാനും ഈ കരാർ വഴിയൊരുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹമാസിന്റെ നിരായുധീകരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഘട്ടം ഘട്ടമായാണ് കരാർ നടപ്പാക്കുകയെന്നും ട്രംപ് അറിയിച്ചു. 9 മാസങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിരുന്നെങ്കിലും രണ്ടാം ഘട്ട ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ട്രംപ് ഈ പുതിയ നീക്കം നടത്തിയത്. ട്രംപ് മുൻകൈയെടുത്ത് സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസ് എന്ന അന്താരാഷ്ട്ര സമിതി വഴിയാണ് നിരായുധീകരണത്തിനുള്ള കരാർ രൂപീകരിച്ചത്. ഹമാസും മറ്റ് സായുധ ഗ്രൂപ്പുകളും ആയുധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതനുസരിച്ച് ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് ഘട്ടമായി പിൻവാങ്ങും. ഗാസയെ ഭീകരമുക്തമായ മേഖലയാക്കി മാറ്റുകയാണ് ലക്ഷ്യം. കരാർ അംഗീകരിച്ച് 72 മണിക്കൂറിനുള്ളിൽ എല്ലാ ബന്ദികളെയും വിട്ടയക്കണം. ഇതിനു പകരമായി 250 ജീവപര്യന്തം തടവുകാരെയും 2023 ഒക്ടോബർ 7 ശേഷം തടവിലാക്കപ്പെട്ട 1700 പലസ്തീൻകാരെയും ഇസ്രയേൽ മോചിപ്പിക്കുകയും രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പലസ്തീൻ കമ്മിറ്റിക്കായിരിക്കും ഗാസയുടെ ദൈനംദിന ഭരണ ചുമതല. ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷനായ ബോർഡ് ഓഫ് പീസ് എന്ന സമിതിക്ക് അധികാരമുണ്ടാകും. ഗാസയിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ ഒരു അന്താരാഷ്ട്ര സ്ഥിരതാ സേനയെ നിയോഗിക്കും. പലസ്തീൻ പോലീസ് സേനയ്ക്ക് ഇവർ പരിശീലനവും നൽകും. ഗാസയുടെ പുനർനിർമ്മാണത്തിനായി വലിയ തോതിലുള്ള നിക്ഷേപം ട്രംപ് വാഗ്ദാനം ചെയ്യുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രത്യേക സാമ്പത്തിക മേഖലകൾ സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. കൂടാതെ മാനുഷിക സഹായങ്ങൾ തടസ്സമില്ലാതെ ഗാസയിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഹമാസ് സംഘം ആയുധം വെച്ച് കീഴടങ്ങുകയാണെങ്കിൽ അവർക്ക് മാപ്പ് നൽകുമെന്നും ഗാസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സുരക്ഷിതമായ സൗകര്യം ഒരുക്കുമെന്നും പദ്ധതിയിൽ പറയുന്നു. ഇസ്രയേൽ ഗാസ പിടിച്ചെടുക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ലെന്നും ഉറപ്പു നൽകുന്നുണ്ട്. സമാധാന പദ്ധതിയിൽ ഇസ്രയേൽ തങ്ങളുടെ ഭാഗം പാലിക്കുന്നില്ലെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ നിരാശനാകുമെന്ന് യുഎസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇസ്രായേലിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അവർ ആദ്യം അംഗീകരിച്ച 20 ദിന സമാധാന പദ്ധതിക്ക് അംഗീകാരം നൽകുക എന്നതല്ലാതെ മറ്റൊന്നുമല്ല. അതിനാൽ അവർ അതിനോട് പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്ന് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നുവെന്ന് അവർ കൂട്ടിച്ചേർത്തു. സംഘർഷം അവസാനിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ, ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കൽ, തടവുകാരുടെ കൈമാറ്റ കരാർ എന്നിവയിലാണ് നിലവിൽ ചർച്ചകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ 20 ദിന പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കുന്ന സമയം സംബന്ധിച്ച ഇതുവരെ ധാരണയിലെത്തിയിട്ടില്ലെന്ന് പലസ്തീൻ വൃത്തങ്ങൾ അറിയിച്ചു. കരാറുമായി ബന്ധപ്പെട്ട് ധാരണയിലെത്തിയാൽ ഇസ്രയേൽ മന്ത്രിസഭയിൽ വോട്ടിനിട്ട് അംഗീകാരം നേടാൻ തീരുമാനമായിട്ടുണ്ട്. ഇസ്രയേലിന്മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ഈ നിർണായക നീക്കങ്ങൾക്ക് പിന്നിലുണ്ടെന്നാണ് പൊതുവായ വിലയിരുത്തൽ. അന്തിമ ധാരണ ഇസ്രയേൽ മന്ത്രിസഭാ വോട്ടെടുപ്പിലൂടെ ഇത് അംഗീകരിച്ചാൽ ഉടൻ തന്നെ ബന്ദി കൈമാറ്റം നടക്കും. ഈ കൈമാറ്റത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ സൈനിക വിഭാഗത്തോട് ഇസ്രയേൽ നിർദ്ദേശിച്ചതായും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേൽ പാർലമെന്റിന്റെ അനുമതി ലഭിച്ചാൽ 3 ദിവസത്തിനുള്ളിൽ ബന്ദി കൈമാറ്റവും തടവുകാരുടെ കൈമാറ്റവും ഉറപ്പാക്കണം. ബന്ദി കൈമാറ്റത്തിനായിട്ടുള്ള മുന്നൊരുക്കമെന്ന നിലയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഗാസയിൽ സന്ദർശനം നടത്തുകയും സൈനികരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു. ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ നടക്കാൻ പോകുകയാണെന്നും ജാഗ്രതയോടെ അടുത്ത നിർദ്ദേശത്തിനായി കാത്തിരിക്കണമെന്നുമാണ് പ്രതിരോധ മന്ത്രി സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.